കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ പോലും തകിടം മറിക്കുന്ന രീതിയിൽ കോൺഗ്രസിന് തലവേദനയാവുകയാണ്. മത്സരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ സുധാകരൻ ആ വാക്ക് അണുവിട മാറ്റിയിട്ടില്ല. ഒടുവിൽ സുധാകരന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ഹൈക്കമാൻഡിന്. പല വഴിക്ക് വന്ന സമ്മർദ്ദങ്ങളെ സുധാകരൻ കുലുക്കമില്ലാതെ നേരിടുകയായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനമൊഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡ് നൽകിയ ഉറപ്പിന്റെ പുറത്താണ് കെ സുധാകരൻ താൻ മത്സരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. സീറ്റ് പ്രതീക്ഷിച്ചു തന്നെയാണ് സുധാകരൻ ഡൽഹിയിലേക്ക് പോയതും. എന്നാൽ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് കട്ടായം പറഞ്ഞതോടെ പ്രതിഷേധം അറിയിച്ച് സുധാകരൻ നാട്ടിലേക്ക് തിരിച്ചു. പിന്നാലെ കണ്ണൂരിൽ മത്സരിക്കുമെന്ന സൂചനയുമായി ഫേസ്ബുക്ക് കുറിപ്പും വന്നു. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണ് എന്ന് തുടങ്ങുന്നതായിരുന്നു സുധാകരന്റെ വൈകാരിക കുറിപ്പ്. കേരളത്തിൽ ഏപ്രിൽ 9 ജനവിധി ഉണ്ടാകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ വീണ്ടും മാരത്തൺ ചർച്ചകൾ ആരംഭിച്ചു. സുധാകരനെ അനുകൂലിച്ച കണ്ണൂരിൽ അണികളുടെ പന്തം കൊളുത്തി പ്രകടനം കൂടി ആയതോടെ വിഷയം നേതാക്കളുടെ കൈവിട്ടുപോയി. രണ്ടും കൽപ്പിച്ചു നിന്ന സുധാകരനെ രമേശ് ചെന്നിത്തലയാണ് അനുനയ ചർച്ചകൾക്കായി വീണ്ടും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കണ്ണൂർ സീറ്റൊഴികെ ഒരു അനുനയത്തിനും താനില്ലെന്ന് ഉറപ്പിച്ചായിരുന്നു ഡൽഹിയിലേക്കുള്ള സുധാകരന്റെ രണ്ടാം വരവ്. ആരെയും അങ്ങോട്ട് പോയി കാണാതെ സുധാകരൻ തന്റെ MP ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരുന്നു. ഇതേസമയം പുറത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നടപടികൾ സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ ആരംഭിച്ചിരുന്നു. അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ MPമാർ മത്സരിക്കേണ്ടെന്ന നിലപാട് ഹൈക്കമാൻഡ് ആവർത്തിച്ചു. കണ്ണൂരിൽ TO മോഹൻ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തയും വന്നു. അപ്പോഴും സുധാകരൻ കുലുങ്ങിയില്ല. സീറ്റുണ്ടാവില്ലെന്ന് തീർത്തു പറഞ്ഞതോടെ നേതാക്കളെ വിളിച്ച് കെ സുധാകരൻ ഗുഡ് ബൈ പറഞ്ഞു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും 20 സീറ്റുകളിൽ മത്സരിക്കുമെന്നും BJP നേതാക്കളുമായി സംസാരിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. അപ്പോഴേക്കും സുധാകരന്റെ കാര്യം പൂർണ്ണമായും ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ച KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ അവസാന നിമിഷം അപ്രതീക്ഷിതമായ ഒരു ഇടപെടലുണ്ടായി. സുധാകരൻ പാർട്ടി വിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുതിർന്ന നേതാക്കളായ AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. ഒടുവിൽ സുധാകരന്റെ പിടിവാശിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങി. കണ്ണൂരിൽ സുധാകരൻ തന്നെയെന്ന് ഹൈക്കമാൻഡും ഉറപ്പിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ജനപ്രിയരായ നേതാവ് സുധാകരൻ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.